നമസ്കാരം. പരീക്ഷ ചൂട് വല്ലാതെ കൂടി വരുന്നുണ്ട്. ആ ചൂട് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ തളർത്തുന്നുമുണ്ട്. ഇന്ന് ഒരു 10ാം ക്ലാസ്സുകാരിയെ ആ കുട്ടിയുടെ അമ്മ ഒരു കൺസൾട്ടേഷന് വേണ്ടി കൊണ്ടുവന്നു. ആ കുട്ടി മിടുക്കിയാണ്, നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. പക്ഷേ ഇപ്പോഴായി പഠനത്തിൽ നിന്നും പുറകിലേക്ക് പോയിരിക്കുന്നു. ആ കുട്ടി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് ആ കുട്ടിക്ക് വേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ആ കുട്ടി പഠിക്കുന്നില്ല. അതാണ് അമ്മയുടെ പരാതി. കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വീട്ടിലെ സാഹചര്യം എന്നെ പഠിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മനസ്സിലായത്. അമ്മായിയമ്മ അവിടെ മുഴുവൻ സമയവും TV സീരിയൽ കണ്ടിരിക്കും. അച്ഛൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ മൊബൈലിൽ നോക്കിയിരിക്കും. ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അമ്മ മാത്രമാണ്. അമ്മ വീട്ടിലെ ജോലി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയ്ക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1ഉം 2ഉം പറയുമ്പോൾ ആ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി വൈകുന്നേരമായി കഴിഞ്ഞാൽ ഭയത്തോടു കൂടിയാണ് വീട്ടിൽ കഴിയുന്നത്. അച്ഛനും അമ്മയും സംസാരിക്കുമ്പോൾ അടുത്തതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്ന് കുഞ്ഞു ഭയക്കുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സംസാരിക്കുമ്പോൾ അതൊരു കലഹത്തിലേക്ക് പോകുമോ എന്ന് കുട്ടി ഭയക്കുന്നു. ആ കുടുംബത്തിൽ ഒട്ടും സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ കുട്ടിയെ പഠിക്കണം എന്ന് വീട്ടുകാർ പറയുമ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് ആ വീട്ടിലുള്ള വ്യക്തികളാണ്. അതിന് പ്രധാന കാരണം അമ്മായിയമ്മയുടെ സീരിയലിനോടുള്ള അഡിക്ഷനാണ്. സീരിയൽ കാണുന്നത് തെറ്റാണെന്നോ സീരിയൽ കാണരുത് എന്നോ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് കുട്ടി പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ മുത്തശ്ശിയുടെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടിയോടൊപ്പം അല്പം സമയം ചെലവഴിക്കാനും കുട്ടിയുടെ പഠനത്തെക്കുറിച്ച് അന്വേഷിക്കാനും തീർച്ചയായും അച്ഛന് ഉത്തരവാദിത്തമുണ്ട്. അച്ഛന് ബിസിനസിന്റെ കാര്യങ്ങളോ സുഹൃത്തുക്കളോടുള്ള ചാറ്റോ എല്ലാം ആവാം. സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാം. പക്ഷേ തീർച്ചയായും അദ്ദേഹം അല്പസമയം ചെലവഴിക്കേണ്ടത് സ്വന്തം മകളോടാണ്. കാരണം ആ സമയം കുഞ്ഞിനു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ആ അച്ഛൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭർത്താവിനോടും അമ്മായിയമ്മയോടുമുള്ള ആ സ്ട്രെസ് തീർക്കേണ്ട ഇടം കുഞ്ഞല്ല എന്നൊരു തിരിച്ചറിവ് ആ അമ്മയ്ക്ക് കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ 10ാം ക്ലാസ് എന്നുള്ളത് കുഞ്ഞിന്റെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നാം ആരും മറന്നു പോകരുത്. ആ കുട്ടിയെ പഠിക്കാൻ പറയുമ്പോൾ പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് കൂടി നാം നോക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ പുതിയ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ സ്നേഹമാവുന്നില്ല. കുട്ടിയോട് വേണ്ടത് കുട്ടിയെ ചേർത്തിരുത്തി കുട്ടിയോട് സ്നേഹത്തോട് പെരുമാറി ആ കുടുംബത്തിലുള്ളവർ പരസ്പരം സ്നേഹത്തോട് ഇടപെടുമ്പോഴാണ് കുട്ടിയുടെ മാനസികാരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും പാരന്റ്സിനാണ്. പാരന്റ്സ് ഇതൊരിക്കലും മറന്നു പോകാതിരിക്കണം.